നമസ്കാരം. കഴിഞ്ഞ ദിവസം പശ്ചിമബംഗാളിൽ നിന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ വധിക്കുവാനുള്ള പദ്ധതിയുമായി അവിടെ കറങ്ങി നടന്നിരുന്ന ഒരു ജെയ്ഷെ മുഹമ്മദ് ഭീകരനെ, ഹമീം മണ്ഡൽ എന്നൊരു ഭീകരനെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തിരുന്നു. പശ്ചിമബംഗാളിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. ആദ്യത്തെ വിവരം മുഖ്യമന്ത്രിയെ വധിക്കുവാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്ന ഒരു ഭീകരൻ എന്നുള്ളതായിരുന്നു. പിന്നീട് പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച് ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും വധിക്കുവാനുള്ള പദ്ധതി ഇയാൾക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇയാളുടെ സംഘത്തിനുണ്ടായിരുന്നു എന്നുള്ളത് വെളിപ്പെട്ടിരുന്നു. പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്യലിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു സഹായി ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടുത്തെ ന്യൂജൻ ഒരു യുവതി തന്നെയാണ് ഇയാളുടെ സഹായി. അർപ്പിത സർക്കാർ എന്നാണ് ആ സഹായിയുടെ പേര്. ആ സഹായിയെ ജാർഖണ്ഡിൽ നിന്ന് പശ്ചിമ ബംഗാളിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ പദ്ധതി, അല്ലെങ്കിൽ ഇവർ ആസൂത്രിതമായി തയ്യാറാക്കിയിരുന്ന, ഇവർ രണ്ടുപേരും മാത്രമല്ല, കൂടുതൽ ആളുകൾ ഇതിൽ പങ്കാളികളായി ഉണ്ട് എന്നുള്ളത് STFന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും അവരുടെ മേലുള്ള കുരുക്കുകളും മുറുകി വരികയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യും. ഇവരുടെ ഒരു ആസൂത്രിതമായ പദ്ധതി പല മുഖങ്ങളുള്ളൊരു പദ്ധതിയായിരുന്നു. ആദ്യത്തേത് ജന്തർ മന്ദറിലെ പാറ്റകളുടെ പ്രതിഷേധത്തിൻ്റെ ഇടയിൽ വലിയ ഭീകരാക്രമണം നടത്തുക, അങ്ങനെ രാജ്യത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക. ഒപ്പം മറ്റൊരു തരത്തിൽ ഇതിൻ്റെ ഒരു സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്തുവാനും കൂടുതൽ ആക്രമണങ്ങൾക്കുള്ള സാമ്പത്തിക സ്രോതസ്സ് സംഭരിക്കുവാനുമായി പശ്ചിമ ബംഗാളിലെ പാർലമെൻ്ററി കാര്യമന്ത്രിയും നഗരവികസനത്തിൻ്റെ കൂടി ചുമതലയുള്ള ഉമേഷ് റായിയുടെ, BJP MLA ആണ്, മന്ത്രിയാണ്, ഉമേഷ് റായിയുടെ മകനെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടുക. അത് മോചനദ്രവ്യം ലഭിച്ചാലും ഇല്ലെങ്കിലും അതൊരു ശ്രദ്ധ തിരിക്കലുമാകും ഈ ഭീകരാക്രമണത്തിന്. അപ്പോഴേക്കും ഈ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുവാനുള്ള ഒരു സാധ്യത അവർക്ക് മുന്നിൽ തെളിഞ്ഞു കിട്ടും. പല കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, STFൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ സംഘം ഇവരുടെ അടുത്തെത്തി ഇവരുടെ പല പദ്ധതികളും നേരത്തെ തന്നെ പൊളിഞ്ഞു പോയതുകൊണ്ടും, പ്രതീക്ഷിക്കാത്ത രീതിയിൽ ജന്തർ മന്ദറിലെ പ്രതിഷേധം അവസാനിപ്പിക്കേണ്ടി വന്നതുകൊണ്ടും, പാറ്റകൾ അവസാനിപ്പിച്ച്, കാരണം അവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടത്താതെ തന്നെ കേന്ദ്ര സർക്കാർ വളരെ തന്ത്രപരമായിട്ടുള്ളൊരു നയം അവിടെ സ്വീകരിച്ച് ആ ഒരു അബ്രപ്റ്റ് സ്റ്റോപ്പിൽ ആ പ്രതിഷേധത്തെ കൊണ്ടുവന്ന് നിർത്തിയത് കൊണ്ടും ഒക്കെ കൂടിയാണ്, പല ഘടകങ്ങൾ ചേർന്നാണ് ഇവരുടെ ഈ പദ്ധതികൾ നടപ്പാകാതെ പോയത്. ഒപ്പം ഈ ഹമീം മണ്ഡൽ പിടിയിലാവുകയും ചെയ്തു. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആദ്യത്തെ ഒരു വിവരങ്ങളനുസരിച്ച്, പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച്, സുവേന്ദു അധികാരിയെ വധിക്കുക, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കുക എന്നുള്ള ഇവരുടെ ഒരു പദ്ധതി ഇവരുടെ പല പദ്ധതികളിൽ ഒന്ന് മാത്രമാണ് എന്നുള്ളത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകരുമായി ഞാൻ പങ്കുവച്ചല്ലോ. ചിന്തിച്ചു നോക്കൂ, ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തയ്യബ പോലുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾ ഭാരതത്തിലെ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ശൈലിയിൽ തന്നെ മാറ്റം വരുത്തിയിരിക്കുകയാണ്. നേരത്തെ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഹാൻഡിലർ പാകിസ്ഥാനിൽ തന്നെ സ്ഥിതി ചെയ്ത് ഇങ്ങോട്ടേക്ക് കുറേ ഭീകരന്മാരെ കടത്തിവിട്ട് അവരെ നിയന്ത്രിച്ച് ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. മുംബൈ ഭീകരാക്രമണമാണെങ്കിലും അതിനുശേഷം ഉണ്ടായിട്ടുള്ള പല ഭീകരാക്രമണമാണെങ്കിലും, എന്തിന് പഹൽഗാം ഭീകരാക്രമണത്തിൽ പോലും അത്തരമൊരു പ്രവർത്തന രീതി തന്നെയായിരുന്നു ഭീകരവാദികൾ കൈക്കൊണ്ടത്. പക്ഷേ അതിൽ കുറച്ചുകൂടി ഈ പെഹൽഗാമിൽ പ്രവർത്തിച്ച ഭീകരന്മാർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് ഇപ്പോൾ STF കണ്ടെത്തിയിരിക്കുന്നത്. സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള, മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള പദ്ധതികൾ പ്രകാരം പ്രവർത്തിക്കുക, അതിനോടൊപ്പം തന്നെ നിങ്ങളാൽ കഴിയുന്നത്ര കുഴപ്പങ്ങൾ രാജ്യത്തുണ്ടാക്കുവാനായിട്ട് ഓൺ ദ റൺ, അതായത് പ്രവർത്തിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് തോന്നുന്ന ക്രിയാത്മകമെന്ന് ഞാൻ ഉദ്ദേശിച്ച ഭീകരവാദികളുടെ വീക്ഷണകോണിൽ ക്രിയാത്മകമായിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക. അത് പുതിയ പദ്ധതികളാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ളൊരു പ്രവർത്തന ശൈലിയിലേക്കാണ് ഭീകരർ പോകുന്നത്. ഇത് വലിയ അപകടകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഭാരതത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് ഉയർത്തുന്നത്. അതിൻ്റെ പ്രധാന കാരണം, മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് പാകിസ്ഥാനിൽ നിന്ന് തന്നെ തയ്യാറാക്കിയൊരു പദ്ധതി ഭാരതത്തിലെത്തി നടപ്പാക്കുമ്പോൾ ഒരു 90-99% അതിൻ്റെ വിവരങ്ങൾ ചോർന്നു കിട്ടുവാനും രഹസ്യാന്വേഷണ ഏജൻസികൾക്കും നമ്മുടെ നിയമപാലന സംവിധാനങ്ങൾക്കും അതിനെ തടയുവാനുമുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ഉണ്ടോ എന്ന് പ്രേക്ഷകർക്ക് സംശയം തോന്നാം. തീർച്ചയായിട്ടുമുണ്ട്. കാരണം ഈ ഡൽഹി ബോംബ് സ്ഫോടനം തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ചെങ്കോട്ടയ്ക്ക് അടുത്തുണ്ടായത്. അവർ ലക്ഷ്യത്തിലെത്തിയല്ല പൊട്ടിത്തെറിച്ചത്.
രഹസ്യാന്വേഷണ ഏജൻസികൾ പിടികൂടുമെന്ന് ഉറപ്പായപ്പോൾ കിട്ടിയെടുത്ത് വെച്ച് ഉള്ളതാകട്ടെ എന്നുള്ള രീതിയിൽ പൊട്ടിത്തെറിച്ച് ഭയത്താൽ പൊട്ടിത്തെറിച്ച് പോയതാണ്. അതിനുമപ്പുറത്തേക്ക് നിരവധി ഭീകരാക്രമണ ശ്രമങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ പലതും നാം അറിഞ്ഞിട്ടുണ്ട്. അതിലും 10 മടങ്ങ് സംഖ്യയിലുള്ള ഭീകരാക്രമണങ്ങൾ ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ പൊളിച്ചിട്ടുണ്ട്, പിടികൂടിയിട്ടുണ്ട് നടപ്പാക്കുന്നതിന് മുമ്പ്. ആ വിവരങ്ങൾ പലപ്പോഴും അവർ പുറത്തുവിടാറില്ല. പുറത്തുവിട്ട വിവരങ്ങൾ ഗുജറാത്തിൽ ജലസ്രോതസ്സിൽ വിഷം കലർത്തുവാനായി റെസിൻ വിഷം ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഡോക്ടർമാർ, അൽഫല സർവകലാശാലയെ ചുറ്റിപ്പറ്റിയുള്ള ഭീകര ആക്രമണ പദ്ധതികൾ തയ്യാറാക്കിയ സംഘത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവയെല്ലാം പുറത്തു വന്നിരുന്നു. പുറത്തു വരാത്തത് ഈ പുറത്തു വന്നതിലും എത്രയോ വലുതാണ്. അത് പലപ്പോഴും രഹസ്യാന്വേഷണ ഏജൻസി പലപ്പോഴും ഒരു ചൊല്ല് തന്നെയുണ്ടല്ലോ, അവരുടെ പരാജയങ്ങൾ മാത്രമേ നാം അറിയാറുള്ളൂ, വിജയങ്ങൾ പലപ്പോഴും നാം അറിയാറില്ല. ആ വിജയങ്ങൾ അതിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അത്തരത്തിലുള്ള വിജയം പുറത്തു വന്നൊരു വിജയമാണ് ഈ ഹമീം മണ്ഡലിനെ പിടികൂടിയത്. പക്ഷേ ഈ ഭീകരാക്രമണ ശൈലി ഇന്ന് തന്നെ മുൻപ് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ കുൽഗാമിൽ നടന്നൊരു ഭീകരാക്രമണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. പ്രാദേശികവാസികളുടെ സഹായമില്ലാതെ ഇത്തരം ഭീകരാക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ജെയ്ഷെ മുഹമ്മദിനോ ലഷ്കർ എ തയ്യബയ്ക്കോ അൽ-ഖ്വയ്ദയ്ക്കോ ഒരു ഇസ്ലാമിക ഭീകരവാദിക്കും കഴിയില്ല. അതേ യുക്തി തന്നെ ഇവിടെയും പ്രയോഗിക്കേണ്ടി വരും ഇത്തരത്തിലുള്ള ഭീകരവാദാക്രമണങ്ങൾ. കാരണം മുൻകൂട്ടി തയ്യാറാക്കാതെ ഇവിടെ വന്ന് നമ്മുടെ രാജ്യത്തൊരാളായ ഭാരതീയനെന്ന വ്യാജേന താമസിച്ച് ആസൂത്രിതമായ പദ്ധതികൾ തയ്യാറാക്കി ഈ അർപ്പിത എന്ന ഇയാളുടെ സഹായിക്ക് കൊടുത്തിരുന്ന ജോലി അതായിരുന്നു. ജന്തർ മന്ദറും തന്ത്രപ്രധാനമായിട്ടുള്ള പല സ്ഥാനങ്ങളുടെയും ചിത്രങ്ങൾ എടുക്കുക. ഈ അർപ്പിത സർക്കാരിൻ്റെ പ്രധാന ജോലി തന്നെ അതായിരുന്നു. ഇയാൾക്ക് വേണ്ടിയിട്ട് ഹണി ട്രാപ്പോ അതിനെ എന്ത് വേണമെങ്കിലും വിളിക്കാം, ലവ് ജിഹാദെന്നോ അല്ലെങ്കിൽ ഗ്രൂമിംഗ് എന്നോ എന്ത് വേണേൽ വിളിക്കാം. പക്ഷേ ഈ അർപ്പിത സർക്കാർ ആത്യന്തികമായി ഈ ഭീകരവാദിക്ക് വേണ്ടിയിട്ട്, ഹമീം മണ്ഡൽ എന്ന ഇസ്ലാമിക ഭീകരവാദിക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നത് ജന്തർ മന്ദറിലെ പ്രതിഷേധങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുക, വീഡിയോകൾ എടുക്കുക, അതിനോടൊപ്പം തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുക, വീഡിയോകൾ എടുക്കുക. ഇതെല്ലാമായിരുന്നു അവർ ചെയ്തിരുന്ന ജോലി. ആലോചിച്ച് നോക്കൂ, ജന്തർ മന്ദറിൽ ഭീകരവാദാക്രമണം നടത്താനുള്ള പദ്ധതി ഇട്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ മറ്റു പല തന്ത്രപ്രധാന സ്ഥാനങ്ങളുടെയും ചിത്രങ്ങൾ എടുക്കുന്നു. ഈ ഹമീം മണ്ഡൽ നേരിട്ടൊരു ഭീകരവാദാക്രമണത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് വേണം ഇതുകൊണ്ട് മനസ്സിലാക്കാനെന്നാണ് അന്വേഷണ വൃത്തങ്ങൾ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇനി ഔദ്യോഗികമായി അവർ പുറത്തുവിട്ടാൽ മാത്രമേ സ്ഥിരീകരിച്ച് പറയുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇൻ്റലിജൻസ് വിദഗ്ധർ പറയുന്നത് ഇത്തരത്തിലുള്ളൊരു ഭീകരാക്രമണ പദ്ധതി ഭാരതത്തിൽ പിടികൂടപ്പെടുന്നത് നടാടെയാണ്, ആദ്യമായിട്ടാണ്. കാരണം വിവിധ ഭീകരാക്രമണ പദ്ധതികൾ അതിൻ്റെ എല്ലാം ആസൂത്രണം ഇവിടെ ഇരുന്ന് തത്സമയം ചെയ്യുന്നത്, ഓൺ ദ റൺ ചെയ്യുന്ന ഭീകരവാദാക്രമണ പദ്ധതികൾ, അതിൽ ചിലത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് തന്നെ ആസൂത്രണം ചെയ്തിട്ടുള്ളതുണ്ടാകാം. കാരണം ഈ ജന്തർ മന്ദർ പോലുള്ള അവിടെ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ അതിനിടയിലൊരു ഭീകരവാദാക്രമണം എന്നുള്ളത് പെട്ടെന്ന് പദ്ധതിയിട്ടതാകാൻ വഴിയില്ല. ചില തന്ത്രപ്രധാന സ്ഥാനങ്ങളിലേക്കുള്ള ഭീകരാക്രമണ പദ്ധതികളും നേരത്തെ തന്നെ തയ്യാറാക്കിയതാകാം. പക്ഷേ അതിനുമപ്പുറത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വധിക്കുവാനുള്ള ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക, ഉമേഷ് റായിയുടെ മകനെ തട്ടിക്കൊണ്ടുപോവുക. എന്തുകൊണ്ട് ഉമേഷ് റായ് എന്നുള്ളത് പാകിസ്ഥാനിൽ നിന്ന് തീരുമാനിക്കപ്പെട്ടൊരു ലക്ഷ്യമാണെന്ന് SDF-കാർ കരുതുന്നില്ല. അവിടെ വന്നപ്പോൾ സുഗമമായി കൈകാര്യം ചെയ്യാവുന്ന ഒരു ലക്ഷ്യം. ഉമേഷ് റായിയുടെ മകൻ ഒരുപക്ഷെ സുരക്ഷ താരതമ്യേന കുറവായിരുന്നിരിക്കാം. അത്തരത്തിലുള്ള പല നിഗമനങ്ങളിലും SDF എത്തിയിട്ടുണ്ട്. പക്ഷേ പല നിഗമനങ്ങളിലെത്തി ഒടുവിൽ അത് ഒരൊറ്റ നിഗമനത്തിലെത്തി അതിനെ സത്യമാക്കുമ്പോൾ മാത്രമേ ഔദ്യോഗികമായി അവരതിനെ സ്ഥിരീകരിക്കുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഭീകരവാദികൾ അവരുടെ ശൈലി മാറ്റുകയാണ്. അതിന് പ്രാദേശികമായ പിന്തുണ അവർക്ക് വളരെയധികം ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ വലിയ അപകടകരമായിട്ടുള്ളൊരു സാഹചര്യം രാജ്യത്തിപ്പോൾ നിലനിൽക്കുന്നു. ഒപ്പം രാജ്യത്തിൻ്റെ അകത്ത് നിന്ന് രാജ്യത്തിൻ്റെ സുരക്ഷയും ഒരു സ്ഥിരതയും കരണ്ട് തിന്നുവാനായിട്ട് പാറ്റകളെന്നുള്ള പേരിൽ ചിതലുകൾ ഇറങ്ങിയിരിക്കുന്നു. അതിൻ്റെ പിന്നാലെ ഇനി കൂടുതൽ വിഷജീവികൾ മുഖം കാണിച്ചു തുടങ്ങും. ആദ്യമേ തന്നെ 2026 തുടക്കത്തിൽ തന്നെ ഞാൻ പ്രേക്ഷകരോട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു ആശങ്ക പങ്കുവച്ചിരുന്നു. 2026 ഭാരതത്തെ സംബന്ധിച്ച് ഒട്ടും സുഖകരമായൊരു വർഷമായിരിക്കില്ല. പക്ഷേ നാം അതിനെ അതിജീവിക്കും. പക്ഷേ അതിന് നാം കൊടുക്കേണ്ടി വരുന്ന വില എത്ര വലുതായിരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ എന്നെ ആശങ്കപ്പെടുത്തുന്ന ചോദ്യം. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക.
ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.